സുരേഷ് ഗോപി ലൂർദ് പള്ളിക്കാരെ പറ്റിച്ചു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവെത്രയെന്ന് സുരേഷ് ഗോപി ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണ കിരീടമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലെത്ര ഗ്രാം സ്വർണമുണ്ടെന്നോ വേറെ എന്തെങ്കിലും ലോഹം അതിൽ ചേർത്തിട്ടുണ്ടോ എന്നോ പറഞ്ഞിട്ടില്ല. അതറിയണമെന്നാവശ്യപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് കൗൺസിലറായ ലീല വർഗീസ് സ്വർണത്തിൻ്റെ അളവറിയണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ലൂർദ് മാതാവിന് എത്രയോ പവൻ്റെ സ്വർണ്ണക്കിരീടം കിട്ടിയതായി അറിഞ്ഞു. ചെമ്പിൽ സ്വർണം പൂശിയതാണെന്നാണ് ഇടവകയിൽ വരുന്ന പൊതുജനങ്ങൾ പറഞ്ഞ് അറിയുന്നത്. ഈ സാഹചര്യത്തിൽ കിരീടം എത്ര പവനാണെന്നറിയാൻ താല്പര്യമുണ്ടെന്ന് വികാരി അച്ഛനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലീല വർഗീസ് പറഞ്ഞത്. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി കുടുംബസമേതം എത്തി പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. മകളുടെ വിവാഹത്തിന് മുമ്പായി ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിക്കുമെന്ന് നേർച്ച ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായാണ് സമർപ്പിച്ചതെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മാതാവിൻ്റെ രൂപത്തിൽ അണിയിച്ച കിരീടം അല്പസമയത്തിനകം താഴെ വീണു. അതായത് സുരേഷ് ഗോപി അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി കിരീടം വെച്ച് പ്രാർത്ഥിച്ച് പുറകോട്ട് മാറിയപ്പോൾ തന്നെ അത് താഴെ വീണു. ഇതോടെ സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ പരിഹാസം ഉയർന്നിരുന്നു. നടൻ്റെ കാപട്യം മാതാവ് തിരിച്ചറിഞ്ഞെന്നായിരുന്നു പരിഹാസത്തിലേറെയും നിറഞ്ഞു നിന്നത്. സ്വർണ്ണ കിരീടമെന്ന് പറഞ്ഞ് നടൻ സമർപ്പിച്ചത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിൽ വെറും 6 ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ എന്നും പ്രചാരണമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സ്വർണം പൂശിയ കിരീടമാണ് സമർപ്പിച്ചതെന്ന വാർത്ത വന്നതോടെ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കെതിരെ ട്രോളുകളുടെ പ്രവാഹമാണ്. അതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ സുരേഷ് ഗോപി തന്നെ വെളിപ്പെടുത്തിയേ മതിയാവൂ. കാരണം തൃശ്ശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ആ മണ്ഡലത്തിലാണ് ഈ പള്ളിയും മാതാവിൻ്റെ രൂപവും കുരിശടിയും സ്വർണ്ണക്കിരീടവുമെല്ലാം. അപ്പോൾ അതിനൊരു വ്യക്തത വന്നേ പറ്റൂ, വരുത്തിയേ പറ്റൂ. അത് സുരേഷ് ഗോപിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്.